കുറഞ്ഞു. വേദനയുണ്ട്, നല്ല മാതിരി ഉണ്ട് വേദന. ശരിക്കും ഇത് എല്ലുമ്മല്ലേ, ഇത് എല്ലുമ്മലാണ് കൊണ്ടുപോകണതേ. പൊട്ടാണ്ടിരുന്നൊക്കെ ഭാഗ്യം. കളറുണ്ട്, നീല കളറുണ്ട് ഇത്തിരി. വിയറ്റ്നാമേറിലില്ലേ, അതിന്റെ അടിയിൽ നിന്ന് പുള്ളി എത്തുന്ന സമയത്തായിരുന്നു പാമ്പ വീണ്. അത് ചിറ്റി എടുക്കണ്ടേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. അയ്യോട്ടാ, ഇന്ന് രാവിലെ മുട്ടക്കറിയും നൂലപ്പാട്ടായിരുന്നത്. അപ്പൊ ഞാന് എന്താ പറയാ, നമ്മുടെ ഇഡ്ഡലി ചെമ്പില് നൂലപ്പൊക്കെ വേവിച്ചിട്ട് അതിൽ തട്ട് പുറത്തേക്ക് എന്നിട്ട് അതിൽ വെള്ളം അങ്ങനെ തന്നെ കളഞ്ഞിട്ട് വീണ്ടും നൂലപ്പ അതിൽ വെച്ച് അടച്ചു വയ്ക്കും. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയെ. അപ്പൊ പിന്നെ വേറൊരു പാത്രത്തിലൊന്നും ഇടണ്ടല്ലോ, ഇതിലെല്ലാം ഇരുന്നോട്ടേക്ക്. അപ്പൊ കഴിക്കെടുക്കട്ടെ. ഷായിട്ട് വന്നിട്ടുണ്ട്. ഷായിട്ടിന് ആദ്യം കൊടുക്കട്ടെ. ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങള്. ഷായിട്ടിനെ നമുക്കൊരു നേന്ത്രക്കൊലയുണ്ട്, അത് വെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് ചെറിയ രാവിലെ മഴ പെയ്തപ്പോഴേ വലിയ ശക്തിയല്ല, ഇങ്ങനെ മേലിൽ നനയും നമ്മുടെ അതേപോലെ വീഴണേ. ഷായിട്ടിന്റെ അടുത്തേക്ക് പോട്ടെ. അപ്പൊ നോക്കിയേ, വലിയ കൊലയെ കണ്ടാ, എന്തൊരു സൂപ്പർ കൊലയാന്ന് നോക്കിയേ. അത് മാത്രല്ല, അതിലൊരു കായ തിന്നും പോയി, ഒരെണ്ണതേ പഴുത്തും തുടങ്ങി. ലേശായിട്ടാ. പിന്നെ ഇത് വാഴ കണ്ട, വാഴ വളഞ്ഞു കണ്ട, കട ഇവിടെ നിൽക്കണേ. പക്ഷെ വാഴയുടെ തല നിൽക്കണ നോക്കി നമ്മുടെ കോഴിക്കൂടിന്റെ മുകളിലേക്കായിട്ട് നിൽക്കണേ. ഷായിട്ടിനത് എങ്ങനെ വെട്ടാന്നുള്ള ഭയങ്കര ആലോചന അല്ല. വാഴയുടെ ഈ ഭാഗത്ത് ഒടിഞ്ഞിട്ടുണ്ട് ഷായിട്ടാ. കണ്ട അവിടെ ഒരു വളവ് കണ്ട. അതേപോലെയോ അതന്നെ. നല്ല വലിയ കൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ കൊലയാ. ഇത് നമ്മുടെ ടിഷ്യൂ വാഴയല്ലേ ഷായിട്ടാ? ടിഷ്യൂ വാഴത്തെ കൊല നോക്കിയേ. എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാന്നൊന്നും എനിക്കറിയില്ല. അവിടെ മുറിയണ്ടാ കസരനെ അതന്നെ വലിപ്പുള്ള കൊല. രണ്ട് കായ തിന്ന് പോയിട്ടുണ്ട് ഷായിട്ടാ. അതന്നെ ഇപ്പൊ ഒന്നും തിന്നല്ലേ ഷായിട്ട് അവർക്ക്, പണ്ട് കാര്യമില്ല. അതന്നെ ഒന്നും കഴിക്കില്ല. എന്നാലും അവര് വന്നിട്ട് രണ്ട് കൊലയല്ലേ തിന്നുള്ളൂ. നമ്മുടെ കോഴിക്കൂടുള്ള വെട്ടുവത്തിയ കസര വയ്ക്കുന്ന ഷേട്ടാ, വെറുതെ അല്ലേ ഒരു തടക്കി നമുക്ക് അതിരുന്നോട്ടെ, എല്ലാത്തിനും കൂടി ഒരു വില കിട്ടോട്ടെ. അയ്യോ സൂപ്പർ പോലെ. ഓണത്തിന്റെ സമയത്തേക്കൊക്കെ വെട്ടാ എടുത്തു. ഓണത്തിന്റെ ടൈമിലേക്ക് വെട്ടണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അതിന് മുന്നേ മൂത്തു. ഷായിട്ടിന് പൊന്തില്ല, അത്ര വലിപ്പുണ്ട് കൊല അടിയിലത്തെ അല്ലേ. അതുള്ളപ്പോ അടിയിലത്തെ കായ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല വെയിറ്റുള്ള കൊല. ഇതിലിപ്പോ എത്ര പടലുണ്ട് ഷേട്ടാ?
2 3 4 5 6 7 8 പടല 8 പടലുണ്ട് കേട്ടോ 8 പടല പിന്നെ ഈ ചെറുത് അത് കൂട്ടിയില്ലേ നമ്മള് ഞാനേ നോക്കട്ടെ പരിശ്രമിച്ചോട്ടെ കയ്യില് പോണ് അർപ്പനാണാ കൊല്ലയുടെ ഭംഗി നോക്ക് ഷേട്ട കൊണ്ടുവരുമ്പോ തന്നെ പട്ടാളം ഇതെന്തിട്ട് കൊണ്ടുവരണേ പട്ടാളം പട്ടാളം എന്തിട്ടാ അയ്യോ എന്റെ പട്ടാളത്തിന് നോക്കാൻ വേണ്ട കുട്ടിപ്പട്ടാളം മഴ ഇപ്പൊ ചാക്കിട്ട് കൊടുത്തു അതിതൊക്കെ ഓടി ഷായിട്ട് അടുത്തേക്ക് പോകുന്നവര് ഒരു മേശ നടത്തുന്നുണ്ട് അതന്നെ നോക്കിയേ വലിയ ടേബിളാ ഇന്നലെ പുല്ല് വലിച്ചിട്ടതാ ഇന്നലെ ഒരു വെയിൽ കണ്ടു അപ്പൊ വേഗം പുല്ല് വലിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പൊ നമുക്ക് സുഖമായിട്ട് ഈ ഒരു പുല്ല് വലിക്കാൻ സുഖമാണ് കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ കൊത്തി കളിച്ചിട്ടാൽ മതി പക്ഷെ നമ്മുടെ ഈ പുല്ലില് നമ്മൾ പുല്ല് വെച്ചല്ലേ അതിലത്തെ കളപ്പുല്ല് വലിക്കാൻ നമ്മൾ ചേച്ചിമാരെ വിളിക്കും കാരണം എന്താണെന്ന് അറിയോ എൻ്റെ ഒഴിവ് നോക്കിയിട്ട് അതിലത്തെ കളപ്പുല്ല് വലിക്കാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കാടാവും ഇപ്പോഴേ തന്നെ അത് നിറച്ച് കാടായിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ വഴിയിലുള്ള പുല്ല് ഞാൻ നമ്മുടെ കുഞ്ഞു കൈക്കോട്ട് ഉപയോഗിച്ച് ചെത്തിയാക്കി എടുക്കും അപ്പൊ ഇന്നലെ വലിച്ചോടെ ഇട്ടു ആര് കളഞ്ഞിട്ടില്ല ഇന്നാളിങ്ങനത്തെ ചേച്ചിമാര് വന്നിട്ടുണ്ട് കേട്ടോ പുല്ല് വലിക്കാൻ ഞാൻ ഇന്നലെ വലിച്ചിട്ടതിനും കാരണമുണ്ട് കുടഞ്ഞെടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇട്ടത് പക്ഷെ ഇന്നിപ്പോ രാവിലെ ഒരു മഴ പെയ്തു ഇവിടുത്തെ പുല്ല് വലിക്കുന്ന നമ്മൾ ചേച്ചിമാരെ വിളിക്കട്ടെ അതിൽ മുത്തങ്ങ പറഞ്ഞിട്ടുള്ള പുല്ല് വയ്ക്കുക കുത്തിരുന്ന് വലിക്കണം ഒരു ദിവസം കൊണ്ടൊന്നും കഴിയില്ല അപ്പൊ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞിട്ട് 3 ചേച്ചിമാര് വന്നിട്ടുണ്ട് കേട്ടാ അവരിതാ ഇവിടെ ഇരുന്ന് പുല്ല് വലിക്കുക ഇന്ന് ബക്കറ്റ് എൻ്റെ ആവശ്യം കഴിഞ്ഞു കേട്ടാ നമുക്ക് ഇനിയിപ്പോ ഒന്ന് പുറത്തേക്ക് പോണം കേട്ടാ ഈ വഴിക്ക് ഇനി നമുക്ക് ഉച്ചയിലേക്കുള്ള കറികളൊക്കെ വയ്ക്കണം അപ്പം ഞാൻ ഇന്ന് വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക സബോളയും തക്കാളിയൊക്കെ ഇട്ട് മീൻ വെപ്പ് വയ്ക്കില്ലേ അത് വയ്ക്കണം പിന്നെ അത് ആ വഴുതിനയും കൊണ്ട് ഒരു മെഴുക്ക് പുട്ട് ഉണ്ടാക്കണം നമ്മൾ ഈ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി ഒരു സബോള എത്രയും സാധനങ്ങളായിട്ട് എടുത്തിട്ട് പോകണേ അപ്പോൾ ഇതാ നമ്മൾ തക്കാളിയൊക്കെ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തു ഇതേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് ഇതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തോണേ പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി പിന്നെ ഇതാ കുടപ്പുളി കേട്ടോ പിന്നെ ഇതാ നാളികേരം നല്ല വെണ്ണ പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇതേപോലെ ഒരു അളവിലാണ് നമ്മൾ വെക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതാ തീ കത്തിച്ച്
മൂടി വയ്ക്കാം കേട്ടോ. നമ്മുടെ കറി അടപ്പത്ത് വെച്ചിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് ഒരു മീഡിയം ലെവലിൽ തീ വെച്ചിട്ട് തുറന്ന് വെച്ച് ഇനി വേവിക്കാം കേട്ടോ. ഞാനുണ്ടല്ലോ നമ്മുടെ വഴുതിനിങ്ങ വാട്ടുമ്പോഴേ സബോള ചെറുതാക്കി അരിഞ്ഞിട്ട്, ഉള്ളി ഉപയോഗിക്കേണ്ട സബോള മാത്രം അരിഞ്ഞ് കുറച്ചിതാ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത്. അപ്പം ഞാനിതാ നമ്മുടെ വഴുതിനിങ്ങ മെഴുക്കുപുട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെങ്കിൽ ഈ പ്രാവശ്യം സബോളയാണ് ഇട്ടിട്ടുള്ളത്. സബോള നന്നായിട്ട് മൂത്ത് പോവില്ല, നല്ലൊരു മധുരരസം ഇതിൽ കുത്തിപ്പൊടി മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ നല്ല മധുരരസം വലിയ സബോളയ്ക്ക് ആ സമയത്ത് നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച് നമ്മുടെ വഴുതിനിങ്ങ ഇട്ട് കൊടുക്കുകയാണ്. വഴുതിനിങ്ങ കഴുകി വാരിയെടുത്ത ഒരു നനവ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ മൂടിയൊന്നും വെക്കില്ല, തുറന്ന് വെച്ചിട്ടാട്ടോ നമ്മൾ വേവിച്ചെടുക്കുക. പിന്നീട് നമ്മളിത് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം വഴുതിനിങ്ങ വാടി വരുമ്പോൾ കുറവുണ്ടാവുള്ളൂ, അപ്പോൾ അതനുസരിച്ച് ഉപ്പും പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നോക്കിയതേ നമ്മുടെ വഴുതിനിങ്ങ മെഴുക്ക് പോയിട്ട് ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തക്കാളി കറിയിലേക്ക് നമ്മൾ ഉള്ളി കാച്ചണം കേട്ടോ. നമുക്കിതാ നേരെ ഇതിലേക്ക് വെച്ചത് നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടാ. ഇന്നത്തെ നമ്മുടെ 2 കറി വളരെ പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന കറി കേട്ടോ. നമുക്കറിയാം വഴുതിനിങ്ങ അടുപ്പത്തിടുമ്പോഴേക്ക് വാടും, അതേപോലെ തന്നെ ഈ തക്കാളിയും ഈ സപ്പോളയും നമ്മുടെ കുടപ്പുളിയൊക്കെ ഇട്ട് വയ്ക്കുന്ന കറി നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. അപ്പോൾ അടുക്കളത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സിംബോട്ടിനെയും കൊണ്ട് ഗ്രൂമിങ് ചെയ്യാൻ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ മാസത്തിലൊരു പ്രാവശ്യം നമ്മൾ ഇതേപോലെ കൊണ്ടുപോകട്ടെ അവനെ. ഇതേ ആളെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പോവാണ് സിംബോട്ടാ, പോവാട്ട് നമുക്ക്. ഇവിടുന്ന് പോണ പോലെ ഇല്ലാട്ടോ, ഇങ്ങോട്ട് വരുമ്പോൾ നോക്കിയോളാം ആള്. നല്ല ഭംഗിയായിരിക്കും. അവൻ്റെ വൈറ്റ് വയ്ക്കില്ലേ, നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് അവിടെ ഇരിക്കുക. ഞങ്ങൾ പോട്ടെ. നമ്മൾ സാധാരണ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൊണ്ടുവരുന്ന സ്ഥലത്തേക്ക് തന്നെയാട്ടോ സിംബോട്ടിന് കൊണ്ടുവരിക. അപ്പോൾ നർത്തറ ജേക്കബ്സ് ഏനിമൽ ക്ലിനിക്കില്ലേ അവിടേക്ക് കേട്ടോ. പിന്നെ ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, കൊട്ട തുറന്ന് നമ്മൾ തന്നെ അവരെ എടുത്ത് മേശപ്പുറത്ത് വെക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ടേബിളിൽ മിക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ തന്നെ വെക്കും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്ത് പോരുന്നുള്ളൂ കേട്ടോ. സിംബുട്ടിനെ ഗ്രൂമിങ് ചെയ്ത് കിട്ടാനായിട്ട് 2 മണിക്കൂർ സമയം വരും കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ കാർഷിക സാങ്കേതിക വിജ്ഞാന കേന്ദ്രം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കവചയ്ക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് കവച് വാങ്ങാൻ. ഇവിടെ നിന്ന് കവച് വാങ്ങാൻ കിട്ടും. അതേപോലെ തന്നെ ജൈവമായിട്ടുള്ള വേറെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം അത് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. പിന്നെ വിത്തുകൾ കിട്ടും. അപ്പോൾ ഞാനിതാ പോയ ഇതിൽ ഒരു 4-5 കവചൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നമ്മളെല്ലാം തയ്യാറാക്കിയെങ്കിലും കൂടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാനിത് അവിടെ നിന്ന് കുറച്ച് കാര്യം നമുക്ക് പലപ്പോഴും കവചിനെ കുറിച്ചിട്ട് പലരും ചോദിക്കുമ്പോഴേ എനിക്ക് അത് പറഞ്ഞു തരേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പം ഞാൻ എണ്ണത്തിന് കൂടുതൽ അവിടെ നിന്ന് വാങ്ങൂട്ടാ. അപ്പോൾ അതൊക്കെ വാങ്ങി ആകുമ്പോഴേക്ക് നമ്മുടെ സിംബുട്ടത് അവിടെ കുളിച്ച് നല്ല സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞാനും കൊണ്ട് പോരാന്ന് വെച്ചിട്ട്. കടിക്കും. നമ്മുടെ സിംബുട്ടിനെ തുറന്നു വിട്ടേട്ടാ. ആള് പോണ പോക്ക് നോക്കിക്കോട്ടെ ആളുടെ സ്ഥലത്തേക്ക്. കണ്ടോ, ആൾക്ക് മോളിൽ പോയിരിക്കണം, തന്നെ കയറി പോവാ. ആള് പോയി. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടാ. ഗീതാമണി ഹായ് ഗീതേച്ചി. അലിക്ക മലപ്പുറം ഹായ് അലിക്ക. ജിജ ശിവദാസിന്റെ മകൻ ഋതിക് ശിവയ്ക്കാണ് ഹായ് പറയണേ. ഹായ് ഋതിക്. ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് പോവാട്ടാ. ആയിക്കോട്ടെ. ഇനി നമ്മൾ നേരെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് വേറെ ഒന്നല്ല കേട്ടാ, നമുക്ക് കുറച്ച് കുമ്മായം മണ്ണിലൊക്കെ വിതറാനുണ്ട്. അപ്പം നമ്മൾ ഇത്ര നീറ്റിയിട്ടാണ് നമ്മൾ കുമ്മായം ആക്കി എടുക്കുക കേട്ടാ. അപ്പം അതായി ഒരു ഭാഗത്ത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്താൽ മതി. വെട്ടത് നമുക്ക് നീറ്റി കിട്ടും കേട്ടാ. നോക്കിയോളൂ.
എന്നിട്ട് നമ്മളിതാ അതിൻ്റെ മുകളിൽ കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ വെള്ളം തെളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതിങ്ങനെ തളിച്ച് കൊടുത്ത് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് പൊടിയായി കിട്ടും കേട്ടോ. ഇത്രയും വേണ്ട കേട്ടോ, വെറുതെ നിങ്ങൾ തളിച്ച് കൊടുക്കുക വേണ്ട, കൂടുതലാവണ്ട. അത് നമ്മൾ എന്താ പറയുക പൊടിയായി കിട്ടുന്ന കാണാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച കാര്യമായിരുന്നു കവജിൻ്റെ കാര്യം. അപ്പോൾ ഇന്ന് നമ്മുടെ പയറിനൊക്കെ കവജ് തളിച്ച് കൊടുക്കണം. കാരണം ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്, അപ്പോൾ മഴയൊന്നുമില്ല. അപ്പോൾ തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പയറിനൊരു എന്താ പറയുക കുറച്ച് നേരത്തേക്ക് ഒരു സ്മെല്ലൊക്കെ നിൽക്കുമേ. അപ്പം നോക്കിയേ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ പയർ, അതേപോലെ തന്നെ കൂർക്കയ്ക്ക് നമ്മൾ എന്താ പറയുക കപ്പലണ്ടി പിണ്ണാക്ക്, അതേപോലെ എല്ലുപൊടി, ചാണപ്പൊടി, നമ്മുടെ ആട്ടുംകാട്ടൊക്കെ പൊടിച്ചതായിരുന്നു നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കിയാൽ അതിൻ്റെ മുകളിൽ മണ്ണുണ്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് അത്യാവശ്യം വളർച്ചയായി തുടങ്ങിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പയറിന് നമ്മൾ വെണ്ണീർ, അതായത് ചാരിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇട്ട് കൊടുത്തിട്ട് കട തൊടാതെയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഷായിട്ട് മണ്ണുണ്ടൊക്കെ കാണിച്ചില്ലേ. ഇപ്പം നോക്കിയാൽ പയറും വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കീടങ്ങൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കാറില്ല എന്ന്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളിങ്ങനെ കവജാണ് നമ്മൾ തളിച്ച് കൊടുക്കാറെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചു എന്താണ് ഈ കവജ് ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് കേട്ടോ കവജിനെ കുറിച്ച്. കവജ് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതുള്ളൂ, പക്ഷേ എല്ലാവർക്കും അത് വീട്ടിലുണ്ടാക്കാനുള്ള സൗകര്യക്കുറവ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിന്നിപ്പോൾ കാണിച്ചല്ലോ കവജ് കിട്ടുന്ന സ്ഥലം, അവിടെ ചെന്ന് നമുക്ക് മേടിക്കാനും കിട്ടും. അപ്പോൾ കവജ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുക എങ്ങനെയാണെങ്കിലേ ഭയങ്കര സിമ്പിളാണ്. ഗോമൂത്രം കിട്ടാനുണ്ടെങ്കിൽ കേട്ടോ 2 ലിറ്റർ ഗോമൂത്രം എടുക്കുക. പിന്നെ അത്യാവശ്യം ഒരു കഷ്ണം ബാർ സോപ്പ് എടുക്കുക, 100 മില്ലി വേപ്പെണ്ണ എടുക്കുക. അപ്പോൾ ആ 3 കൂട്ടം. പിന്നെ വേണ്ടത് നമുക്ക് ഒരു പിടി എന്താ പറയുക കാന്താരി മുളക്, പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തുടം വെളുത്തുള്ളി. അതിപ്പോൾ 2 തുടം വെളുത്തുള്ളിയായാലും കുഴപ്പമില്ല കേട്ടോ. ഇല്ല, കാന്താരി മുളകും വെളുത്തുള്ളി നന്നായിട്ട് അരയ്ക്കണം, നല്ല പേസ്റ്റ് പോലെ അരയ്ക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കെടുത്ത് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 500 മില്ലിയുടെ കുപ്പിയാണ്, 45 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഒരു 100 മില്ലി, 1 ലിറ്റർ വെള്ളത്തിൽ 100 മില്ലി ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് തളിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 100 മില്ലി, അപ്പോൾ 500 മില്ലിയുടെ ഒരു കുപ്പിയാണല്ലോ, ഒരു ഉദ്ദേശം വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സ്പ്രേ ചെയ്യുന്ന കുപ്പി ഇവിടെ ഇല്ല, അവിടുത്തെ വളപ്പിലാട്ടാ. അപ്പോൾ നമുക്കിതാ ഇങ്ങനെയായാലും തെളിച്ചാൽ മതി. അതായത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ വാഴയില കേട്ടാ. അപ്പോൾ തെളിക്കുമ്പോൾ എപ്പോഴും ഇലയുടെ അടിയിലും കൂടി ആവേണ്ട രീതിയിൽ തെളിച്ച് കൊടുത്തോളൂ. പിന്നെ ഇതിൻ്റെ കടക്കിലേക്ക് ആവുന്നത് നല്ലതായിട്ടാണ്, നല്ല വളർച്ച വരും. പിന്നെ 15 ദിവസം കൂടുമ്പോൾ നമ്മൾ തളിച്ച് കൊടുക്കും വേണം കേട്ടോ. ഞാൻ 15 ദിവസം ഒന്നും വരെ കാത്തിരിക്കാറില്ല കേട്ടോ. ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ഒരു 10-12 ദിവസം ആകുമ്പോൾ വീണ്ടും തളിച്ച് കൊടുക്കാറുണ്ട്. ഇതേപോലെ നന്നായിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം പിന്നെ ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് അറിയോ, മഴ പെയ്യണ കാരണമാണ്. നമ്മളൊക്കെ ഇതൊന്ന് തളിച്ച് ആദ്യമേ എന്താ പറയുക ആ ഒരു സ്മെല്ല്, ഗോമൂത്രത്തിൻ്റെ മണ്ണാണ് നമ്മൾ കൂടുതൽ നിൽക്കുക, നമുക്കറിയാം. ഇപ്പം ഞാനതൊക്കെ തളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയ്ക്ക് നല്ല ഗോമൂത്രത്തിൻ്റെ മണ്ണാണ് ഉണ്ടാവുക. അപ്പോൾ മഴ പെയ്യാണ്ട് കുറച്ച് നേരം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ തളിച്ചതിന് ഗുണമുണ്ട്. അതാണ് ഈ മഴക്കാലം ആകുമ്പോൾ നമുക്ക് കീടങ്ങളുടെ ശല്യം കൂടുണ്ടാകാൻ നമ്മൾ തളിച്ച് കൊടുത്ത് നമ്മളങ്ങോട്ട് തെങ്ങുമ്പോഴേക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണമില്ലാണ്ടാവേ. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമ്മുടെ ഇത്തള് അവിടെ നീറിയോ നോക്കട്ടെ. ഇതാണ് നമ്മുടെ കവച്ച്. ഇനി നമ്മുടെ ഇത്തള് നീറിയോ നോക്കട്ടെ. നമ്മുടെ ഇത്തള് നീറിയിട്ടില്ല, കുറച്ചും കൂടി സമയം പിടിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വെണ്ണീർ ഇടാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇടാം കേട്ടോ. നോക്കിയേ, നമുക്കിപ്പം മുളക് കുറവാട്ടാ. മുളക് കുറവ് 2 കട നമുക്ക് ഇങ്ങനത്തെ വാടിപ്പോയത് ഞാൻ കാണിച്ചില്ലേ. പിന്നെ ഉള്ള മുളകുമ്പോൾ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നോക്കിയാൽ നമ്മുടെ തത്തമകള് വന്നിട്ട് നോക്കണേ,
അവർക്ക് എത്ര മുകളിൽ നിന്ന് പോയാലും ഈ ഒരു വെള്ള കളറല്ലേ പെട്ടെന്ന് ആകർഷിക്കേ. അപ്പോൾ ഇത് അവർ മാക്സിമം തിന്നിട്ടുണ്ട്. തിന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പാട്ടെ 2 ദിവസം കൊണ്ട് അവരത് ഫുള്ള് തീർത്തോളൂ. അത് നമ്മുടെ തത്തവേറെ പണി. ഇപ്പം തിന്നാനൊക്കെ കുറച്ച് കുറവാണ് കിട്ടലേ. വെണ്ണീറുണ്ട് നമ്മൾ ദേ ഇവിടെ കേട്ടാ. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ ഷായിട്ട് തെങ്ങിൻ്റെ കടയ്ക്ക് മാന്തിയിട്ട്. അപ്പോൾ കണ്ടോ നല്ല വട്ടത്തിൽ നന്നായിട്ട് എടുത്തിട്ടുള്ള കാരണം തന്നെ നമുക്ക് നന്നായി മണ്ണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണിൽ നമ്മളിപ്പോൾ വെണ്ണീറും കുമ്മായവും കൂടി ഇടും. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇടും. അപ്പം അതാണ് ചെയ്യാൻ പോണേ. വെണ്ണീറ് നമുക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ കത്തിക്കണ കാരണം പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരും വെണ്ണീർ. അമ്മയാണെങ്കിൽ അവിടെ മാക്സിമം അടുപ്പ് മാത്രമേ കത്തിക്കുള്ളൂ. അങ്ങനെ വെണ്ണീറിന് ക്ഷാമില്ല. ഇനി ഒരു ബക്കറ്റ് കൊണ്ട് എടുത്തിട്ട് വരട്ടെ. ഒപ്പം നമ്മുടെ കൊള്ളിൻ്റെ കൊള്ളിക്കും കൂടി വെണ്ണീറിട്ട് പോവാ. കൊള്ളിക്കൊക്കെ ഇപ്പോൾ കട തൊടാതെ ഇത്ര അകലത്തിലിടും. അപ്പം അതനുസരിച്ച് കൊള്ളി നല്ല വലിപ്പം വരും കേട്ടാ. പിന്നെ നോക്കിയേ നമ്മുടെ നിത്യവഴുതിന് ഉണ്ടായിരുന്നില്ല. എല്ലാം പൊട്ടിക്കാറായതാണ് കേട്ടോ. ഇന്ന് പൊട്ടിക്കണം. ഇത് നമ്മുടെ ഇവിടുത്തെ പറമ്പിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേ ഇത് നന്നായിട്ട് ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടാ. ഈ സമയത്ത് അപ്പം നിത്യവഴുതിന് ഉണ്ടായി കിട്ടും. കണ്ട വലിയ മഴയുണ്ട്. മഴ അങ്ങനെ കുറവാണ്, പക്ഷെ എന്നാലും ഉണ്ടായി കിട്ടിയില്ല നമുക്ക്. അപ്പം ഇനി ഇത് അവിടേക്കൊക്കെ എത്തേ. ഇനി നമുക്ക് കുമ്മായിടാം. കണ്ടോ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നത്. അപ്പോൾ നമുക്കിത് പൊടിഞ്ഞ് നോക്കിയിട്ട് എടുക്കാം. ബാക്കിയുള്ളത് അവിടെ ഇരുന്ന് പതുക്കെ പതുക്കെ നീറുള്ളൂ. കൊണ്ട് നമുക്ക് കുറേ ഷേട്ടിടാം. ഞാനേ സ്മിതയുടെ വെണ്ണൂറിലും ഈ കുമ്മായിലാകുമ്പോഴേക്കും അത് ഇട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ കളയാനും വെക്കാന്ന് വെച്ചു. ഷായന്റെ കൊത്തി അളക്കണല്ലോ അത് ചെയ്ത് കഴിയും. ശരിയാ. അപ്പോൾ ഇത് ഞങ്ങളുടെ ശരിക്കും ഒരു പുതിയ കൃഷിയിലേക്കുള്ള തുടക്കമാണ് കേട്ടോ. കാരണം ഇപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യണമെങ്കിലും ഇത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എന്താ പറയുക, വെള്ളമൊന്നും കയറിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് നടാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ വേനലാകുമ്പോഴേക്കും തന്നെ ഈ മണ്ണൊക്കെ നല്ല മണ്ണിലത്തെ പുളിപ്പൊക്കെ പോവാനായിട്ടാന്ന് പറയും. നമ്മളിങ്ങനെ വെണ്ണീറൊക്കെ ഇടുന്നത് ലക്ഷമായിട്ടാ കീടങ്ങളും അതൊക്കെ പോവാനായിട്ട്. അപ്പോൾ ഇപ്പോഴേ
നമ്മൾ പറയാറുണ്ടല്ലോ നമ്മുടെ കൃഷി എന്ന് പറഞ്ഞാൽ ഒക്കെ നമ്മുടെ രീതിയിലുള്ള കൃഷികളായിട്ടാ, ഒന്നും ഒരു എന്താ ശാസ്ത്രീയ അടിസ്ഥാനത്തിലല്ല. കാർഷിക അടിസ്ഥാനത്തിലല്ല, നമ്മൾ തന്നെ കണ്ടുപിടിച്ചുള്ള നമ്മുടെ കൃഷി രീതികളാണ്. അപ്പോൾ നമ്മളിപ്പോൾ വേനലിൻ്റെ ടൈമിൽ അറിയാം നമ്മൾ അത്രയും പച്ചക്കറികൾ പൊട്ടിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിക്കണത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ അന്നത്തെ പച്ചക്കറികളുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കാം. നമ്മൾ ഇതേപോലെ ചെയ്തിട്ട് നമ്മുടെ കവച്ച്, ഇത്, ഗോമൂത്രം, കപ്പലണ്ടി പിണ്ണാക്ക് നേർപ്പിച്ചതൊക്കെ മാത്രമാണ് നമ്മൾ കൃഷി രീതിയിൽ ഉപയോഗിക്കാറ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അത് മാത്രല്ല എല്ലാ ദിവസവും ഇവരൊന്ന് നടന്നതാവണം. അത് വേണം കേട്ടോ. നമ്മളെ പിള്ളേരെ പോലെ നോക്കണം, കൊച്ചു കുട്ടികളെ നോക്കണ പോലെ തന്നെ എന്നും വരണം, എന്നും. അതിപ്പോൾ വെറുതെ നമ്മൾ നട്ടു നോക്കി വയ്ക്കുക, ഒരു ചെടി നട്ടു, ഒരു ചെടി വേറെ നട്ടു, 2 ചെടി നട്ടിട്ട് ഒരു ചെടിയുടെ അടുത്തേക്ക് നമ്മൾ എന്നും പോവുക, അതിനാവശ്യമുള്ളതൊക്കെ കൊടുക്കുക. മറ്റേ അടുത്തേക്ക് ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് ആവശ്യമുള്ളത് കൊടുത്ത് വയ്ക്കുക. എന്നും ചെന്നിട്ട് വെറുതെ തൊട്ട് വരുന്ന ആ ചെടിക്കായിരിക്കും വളർച്ച കൂടുതലുണ്ടാവുക. കാരണം ഒരു കീടം എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരെ നമുക്കത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയേ. ഞങ്ങൾക്കും പറ്റാറുണ്ട്. നമ്മൾ ചെല്ലാത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ അത് പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് കൂടുതൽ നമുക്ക് വരാറ് ഇതിനൊക്കെയാന്നറിയോ, പടവലം അല്ലേ, ഒന്ന് ശ്രദ്ധിക്കാം. പടവലം, പീച്ചിങ്ങ, പടരുന്ന സാധനങ്ങളില്ല, പെട്ടെന്ന് വരും സൈസ് പുഴു. അത് ഇന്ന് നമ്മൾ ചെന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പിറ്റേ ദിവസം ചിലപ്പോൾ 10 ഇല പോയിട്ടുണ്ടാവും. അത്ര സ്പീഡിലായിരിക്കും തിന്ന് തീർക്കാം. ഇനി തീർച്ചയായിട്ടും എനിക്ക് അടുത്തത് എനിക്ക് അവിടെ അടിച്ചു വരി ചവറ് കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ വാരി കൊണ്ടുവന്നിട്ടെ ഈ കുമ്മായിക്ക് വാരി വയ്ക്കാല്ലേ ചേട്ടന്? ഈ ബക്കറ്റിൽ തന്നെ വാരി വയ്ക്കാം. ഇങ്ങനെ കൊത്തിളക്കിയാലേ എല്ലാതും ഭൂമിയിലേക്ക് ഇറങ്ങിയോളും. അത് മീതൊരു സിമെന്റ് ഇട്ട മാതിരി ഇരിക്കും ഇത്. പിന്നെ നമ്മുടെ മണ്ണ് നോക്കിയേ, ഒരു കറുത്തിരിക്കുന്ന മാതിരിയാ. ഇതൊക്കെ ഇങ്ങനെ ഇട്ടാക്കി ആയിട്ടുള്ളതാണ്. പിന്നെ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇതിൻ്റെ അടിയിൽ ഇവിടെ നമ്മൾ മുൻപ് മുളക് നട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ കോഴിക്കാട്ടം, ഈ അടിച്ചു വരുന്ന ചവറ്, ചവറുകളെല്ലതും വെണ്ണൂറ് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടതാ. അതൊക്കെ നോക്കിയപ്പോൾ നോക്കിയാൽ ഒരു കമ്പോസ്റ്റ് രൂപത്തിലായി. ഇപ്പോൾ ഇവിടെ കണ്ട ഇതിൽ ഇനി തൈകൾ വെച്ച് കൊടുക്കുക വേണ്ട, വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ അവരെ വളർച്ചയ്ക്കനുസരിച്ച് പിന്നീട് വേണ്ടോ അതന്നെ. വേര് പിടിച്ച് നല്ലൊരു വളർച്ച കിട്ടാൻ ഇത് മതി അല്ലേ ചേട്ടാ? അതുപോലെ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ ഏട്ടാ ശരിക്കും ഷായേട്ടന് എന്താ പറയുക, ഒരു വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. ചേട്ടൻ വന്ന ചേട്ടാ, ഷായേട്ടനെ ഇതേപോലെ കളിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ. അപ്പോൾ പെട്ടെന്ന് സൗണ്ട് 4:30 വീണ്ടെന്ന് ചേട്ടൻ മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ അതെ സൗണ്ട് കേട്ട വഴി ഞാൻ മോളി ഇതിങ്ങനെ നോക്കിയതാ. അപ്പോഴൊരു മുതൽ ഇങ്ങോട്ട് വരുന്നേ പിടിക്കാൻ നോക്കി, പിടിച്ച് കയ്യുമ്പോൾ കൊണ്ടുണ്ട്. എന്നിട്ട് ഇവിടെ അടിച്ചേ 4:30 വരുന്നത് ഇങ്ങനെ കണ്ടപ്പോഴേക്ക് ചേട്ടന് ഇങ്ങനെ തടഞ്ഞതാ. പക്ഷെ ശരിക്കും ഈ പുലികെത്തുമ്പോ നോക്കിയേ, ഈ ഭാഗം തൊടാൻ പറ്റില്ല. എപ്പോഴും ഭയങ്കര വേദനയാ. അതായത് കാലത്തിന്റെ ഇപ്പൊ കണ്ണ് തുറക്കാൻ പറ്റാത്ത പോലെയായിരുന്നു, അത്രയും നിർമ്മതി ഉണ്ടായിരുന്നു കേട്ടാ. ഡോക്ടറെ അടുത്തൊന്നും പോയ ചേട്ടൻ കൂട്ടാക്കിയില്ലേ വേണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെന്ന് വെച്ചാ ഞാൻ പഴയ ക്രിക്കറ്റ് കാലം ഓർത്തു. ക്യാച്ച് എടുക്കാന്ന് വെച്ചു. ആള് വരുന്നു, പക്ഷെ ബോൾ വലുതായില്ലോ, 4:30 അപ്പൊ കയ്യിലൊതുങ്ങിയില്ല. അതന്നെ കൊണ്ടത് ഇവിടെ. ഇപ്പൊ ചിരിക്കാട്ടാ, ഇന്നലെ ചിരിയൊന്നും ഉണ്ടായിരുന്നില്ലേ? കാരണം ഇതേപോലെ അല്ലായിരുന്നു. എന്നുവെച്ചാൽ അത്രയും ഇതുണ്ടായിരുന്നു. ഞാൻ പോവാൻ ഡോക്ടറെ അടുത്ത് അതൊന്നും കൂട്ടാക്കിയില്ല, വേണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ മുറിവെണ്ണ ഒന്ന് പറ്റി കൊടുത്തു. നമ്മൾ പണ്ടുള്ളവർ പറയില്ലേ, ചതവ് മുറിവ് അങ്ങനെ വരുമ്പോ മുറിവെണ്ണ നല്ലതെന്ന് പറയും. അപ്പൊ വൈകിട്ട് നമ്മള് ഇതിങ്ങനെയായിരുന്നു, ഒറ്റ കണ്ണന്മാരായിരുന്നു. ഇതിങ്ങനെ മൂടിയാണായിരുന്നു.
പക്ഷെ നേരം വെളുത്തപ്പോഴേക്കും കുറഞ്ഞു. വേദനയുണ്ട്, നല്ല മാതിരി ഉണ്ട് വേദന. ശരിക്കും ഇത് എല്ലുമ്മല്ലേ, ഇത് എല്ലുമ്മലാണ് കൊണ്ടുപോകണതേ. പൊട്ടാണ്ടിരുന്നൊക്കെ ഭാഗ്യം. കളറുണ്ട്, നീല കളറുണ്ട് ഇത്തിരി. എന്നാലും ഒരു അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അത് ഇങ്ങനെ പെട്ടെന്ന് നോക്കിയ വേദനയാണ്, പെട്ടെന്ന് അത് മാറിക്കാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല. ഇവിടെ നമ്മുടെ അവിടെ ഇതേപോലെ ആർക്കോ ആദ്യം ഇതേപോലെ 4 തലയിൽ വീടുണ്ടല്ലോ. അതവിടെ അവരെ കാണാറ്റിലേക്ക് ഇങ്ങനെ നോക്കണ നേരത്ത് അത് പുറത്ത് അത് ഉണങ്ങി ഒരു പരുവായിട്ടുള്ള നാളികേരായിരുന്നു. അത് കാരണം ഇത് ഇത്തിരി പച്ചയാ. രായട്ടില് ഇങ്ങനെ കളക്കിയപ്പോ അങ്ങനെ വീട്ടില് കൂടുതല. ഇതിപ്പോ 4 അത് മാത്രല്ല, ഇന്നാള് നമ്മുടെ ഇവിടെ വിയറ്റ്നാമേറിലില്ലേ, അതിന്റെ അടിയിൽ നിന്ന് പുള്ളി എത്തുന്ന സമയത്തായിരുന്നു പാമ്പ വീണ്. അത് ചിറ്റി എടുക്കണ്ടായിരുന്നു. അത് ഇത്തിരി കൂടി അത് അടുത്തോടെ ഇങ്ങനെ വന്ന് വീണത്. അത് മറ്റേ കുറച്ചുകൂടി നീങ്ങി ഇതേപോലെ തലയല്ല കഴുത്തിലേക്ക്. സ്മിത എപ്പോഴും പറഞ്ഞു ശരിയാ, ഓ ശിവ എന്ന് പറഞ്ഞു വിളിച്ചാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു ചേരയായിരുന്നു കേട്ടാ, ചേരപ്പാമ്പായിരുന്നു. അങ്ങനെ ഷായിട്ട് കുറെ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഒന്നുമില്ലാണ്ട് ഭഗവാൻ കാക്കണം നമ്മളെ. ഷായിട്ട് നിർത്തല്ലേ, എന്റെ ചവർ കൊണ്ടുള്ള കഴിഞ്ഞു. ഒരു 3 പപ്പായ ഉണ്ട്, അതും പൊട്ടിച്ചിട്ട് കയറാം. അയ്യോ, എന്റെ കയ്യിന് പോയേനെ. അപ്പൊ നോക്കിയേ, നല്ല സൂപ്പർ പപ്പായേട്ടാ നമ്മുടെ. ഞാൻ വരുമ്പോഴേക്കും ഒരെണ്ണം ചെത്തി വെച്ചോ. പേളി പുറത്തോടാന്നാണ്. ആ പേളിക്കുട്ടി കിടന്ന് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഇട്ടാ നമ്മളിതാ നോക്കിയേ ജേഴ്സി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ലോകകപ്പ് തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും വന്ന കമൻറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് ജേഴ്സി ഇട്ട് കൊടുക്കാനായിട്ട് ആയിരുന്നു. പക്ഷെ നമ്മുടെ സമയം കുറവുകൊണ്ട് നീണ്ട് അപ്പോൾ ഫൈനൽ ആവാറായി. അപ്പോൾ ഇതെല്ലാവരും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഷായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. മെസ്സിക്കുട്ടാ നമ്മുടെ മെസ്സിക്കുട്ടൻ തോന്നിയിരിക്കണ വാ, ബോള് കണ്ടേ, എണീക്ക് വാ, അല്ല മോനെ എണീക്കില്ലേ, എനിക്ക് അങ്ങനെ നിക്ക് വാ അതെ നോക്കടാ വാടാ. നെയ്മറ് വാ, ഇന്റെ ബോൾ ആർക്ക വേണ്ട, ബോൾ ആർക്ക വേണ്ടേ, നിങ്ങളുടെ കളി നോക്കി ബോള് നോക്കിയേ നോക്കിട്ടാ, ആർക്ക് ബോള് വേണ്ടേ, ബോള് ഷൈട്ടാ മോളിലേക്ക് കൊടുത്താ ബോള് ഫ്ലാറ്റിന്റെ കയ്യില് നോക്കാ ചെല്ലേ. എന്താ കല്യാണം ഒതുങ്ങിയിരിക്കണേ, കല്യാണി കളി കാണാനുള്ളത്. ബോള് ഇതാർക്ക വേണ്ട നോക്കിയേ, വായോ മെസ്സിക്ക് നാണം. റൊണാൾഡിന് ഇറങ്ങുന്നത് മെസ്സിക്കൂട്ടൻ കളിക്കുന്നേ, ബോള് വേണ്ടേ, മെസ്സിക്കൂട്ടൻ എന്റെ ഒപ്പം നടക്കുക. എന്താ മെസ്സിക്കൂട്ടാ മെസ്സിക്കൂട്ടൻ കളിക്ക് ടൈറ്റ് ഉണ്ട്. റൊണാൾഡിന് ഉഷാറില് റൊണാൾഡോ ബോളും കൊണ്ടുപോയി, ആള് ബോളും കൊണ്ടുപോയി. വായോ മെസ്സിക്കൂട്ടൻ കളിക്കണ നോക്കണല്ലേ, റൊണാൾഡോ കൊണ്ട് പോണ പോലെ. വായോ റൊണാൾഡോ എടുക്കതേ നെയ്മർ ബോൾട്ടിനിട്ടു അല്ല റൊണാൾഡോക്ക്.
റൊണാൾഡോ ഓട് ഓട്. ഇപ്പൊ മെസ്സി റൊണാൾഡോ അയ്യോ തടഞ്ഞു വരും എങ്ങനെ ലാസ്റ്റ് പെങ്ങൾക്ക് വിട്ടുകൊടുത്തു പോള്. ഇനി കല്യാണിയുടെ കയ്യിലായി പോള്. ഇനി ആർക്കും കിട്ടില്ല. കളി നിർത്തേണ്ട അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. കല്യാണി ബോളും കൊണ്ട് പോയി കളി കഴിഞ്ഞുട്ടാ. നെയ്മർ ബോളും കൊണ്ടുപോയി. മെസ്സിക്കുട്ട എന്ത് ചെയ്യണേ? ഡ്രസ് മാറ്റണ്ട. നമ്മുടെ കുട്ടികളൊക്കെ ഇതാ കളിച്ച് ക്ഷീണിതരായിട്ടാ. ഇതാ നമ്മുടെ ബോൾട്ട് ഇതാ ബെനീനൊക്കെ ഇതാ ഊരി തുടങ്ങി. ബോൾട്ടിന്റെ ബെനീന് ഊരി കൊടുത്ത് ഫ്ലാറ്റിന് ബോൾട്ട് ബെനീൻ അമ്മ ഊരി തരാം, അവിടെ കിടക്കട്ടെ ഇത്തിരി കൂടി നേരം. പിന്നെ ഇതാ റൊണാൾഡോ മോൻ ക്ഷീണിച്ചു. നെയ്മർ ഇതാ നമ്മുടെ ബോളും കൈ പിടിച്ച് ഞെക്കി ഒരു രൂപയാക്കിയിട്ടുണ്ട്. പിന്നെ പ്ലാറ്റിനും മോന്റെ ക്ഷീണിച്ചിട്ടുണ്ട്. ഇതാ കല്യാണി കുട്ടി നോക്കിയേ, അവളുടെ സ്വഭാവം എടുത്തിട്ടുണ്ട്. നെയ്മറിന്റെ ബോള് തട്ടി പറിക്കും. പിന്നെ മെസ്സിക്കൂട്ടിന് എന്താ ദൂരാലുള്ള പുറപ്പാടിൽ നിൽക്കണം. മെസ്സിക്കൂട്ടി അമ്മ ഓടി തരാട്ടാ. മർഡോണ ഇതാ പോണ്. മർഡോണ കളിക്കാൻ അധികം കൂടിയിട്ടൊന്നുമില്ല കേട്ടാ. ആൾ ഇത്തിരി സൈലന്റ് ആയിരുന്നു. ആൾക്കാരുടെ രസം നല്ല ഇഷ്ടമായി തോന്നുന്നുണ്ട്. ആളത് ഇട്ട് ഇങ്ങനെ ലാത്തി നടക്കുന്നുണ്ട്. നോക്കി നല്ല ഭംഗിയില്ലേ മർഡോണയ്ക്ക് ഡ്രസ്സ്. മർഡോണ ഇങ്ങോട്ട് തിരിഞ്ഞേടാ, അങ്ങോട്ട് തിരിഞ്ഞേ ക്യാമറയിലേക്ക് നോക്കി, ക്യാമറയിലേക്ക് കണ്ടോ നല്ല ഭംഗിയില്ലേ മർഡോണയ്ക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പൊ ഇത്രയാണ്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഫുട്ബോൾ കളിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. അല്ലേ ഷൈട്ടാ? ഇവനൊക്കെ ഭയങ്കര ഉഷാറല്ല. നിങ്ങളെ നെയ്മർ പുറത്തായാലും കളിക്കാൻ എപ്പോഴും ഉഷാറാണ്. അറിയേ അപ്പൊ നിർത്തല്ലേന്ന്. അപ്പൊ നമുക്ക് നിർത്തല്ലെന്ന്. അപ്പൊ എല്ലാവരും ലോകകപ്പ് കണ്ടോളോ. നമ്മുടെ ഇതിലത്തെ താരങ്ങളിൽ മെസ്സി മാത്രമേ ഉള്ളൂ അപ്പൊ നിർത്താം. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടാ.